അപ്പോഴേ ഞാനുണ്ടല്ലോ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വെളിയിലോട്ട് ചാടിയത്. അപ്പോൾ ഗേറ്റിന് പുറത്ത് ഒരാൾ പണി ചെയ്യുകയായിരുന്നു. അകത്തോട്ട് കയറിയെന്ന് തോന്നുന്നു. ഭയങ്കര വെയിലല്ലേ, ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ വരും. ഞാൻ പക്ഷെ പോയി നോക്കിയില്ല അവിടെ എന്താണ് പരിപാടി നടക്കുന്നതെന്ന് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. വായോ, വെയിലാണ്. അടുക്കളയിൽ നിന്നും നമുക്ക് റോഡിലോട്ട് പോകാം. ഭയങ്കര വെയില. ഞാൻ പാത്തിരിക്കുക കേട്ടോ, വെളിയിലോട്ട് ഇറങ്ങാതെ പാത്തിരിക്കുകയാണ് ഇവിടെ. എനിക്കിതും പിടിച്ച് വെളിയിലോട്ട് ഇറങ്ങാൻ മടിയാട്ടോ. ആൾക്കാർ പോകുന്നില്ല, എനിക്കൊരു ചമ്മൽ. അടിപൊളി കുട്ടപ്പനാക്കി കേട്ടോ. കുട്ടപ്പനാക്കി ആയുധമൊക്കെ അവിടെ ഇരിപ്പുണ്ടേ. ആയുധമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ചെത്തിവാരായിരുന്നു, നല്ല വൃത്തിയാക്കി കേട്ടോ, സൂപ്പറാക്കി. ഇവിടെ ചെത്തിവാരായിരുന്നു, അടിപൊളിയാക്കി കേട്ടോ. ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ പറയാം ഇതൊന്ന് ചെത്തി വൃത്തിയാക്കി തരണേ. അന്നേരം പറഞ്ഞു ഓണത്തിന് ചെയ്തു തരാമെന്ന്. ഞാൻ പറഞ്ഞു ഓണത്തിന് ഇനിയില്ലേ 2 മാസം. അപ്പോഴിന്ന് രാവിലെ വന്ന് മുറ്റം തൂക്കാൻ വന്നപ്പോൾ ചെയ്ത് തന്നെ എല്ലാം വൃത്തിയാക്കി. ഇവിടുന്ന് അങ്ങേ വെറ്റം വരെ ചെത്തി വാരി. നമ്മുടെ താമരച്ചെടി ഉണ്ടോ, ഞാൻ കാണിക്കാം. താമരച്ചെടി ദേ, ഇതാണ് താമരച്ചെടി. അയ്യോ, ചെത്തി വഴിക്ക് മറിച്ചിട്ടെന്ന് തോന്നുന്നു ആൾ കേട്ടോ. എന്തെങ്കിലും വെച്ച് ഊന്ന. ഇത് താമര കൈത. എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ പേര് കേട്ടോ. നമുക്ക് വേറെ 2 മൂട് ഫ്രണ്ട് നമ്മുടെ നാട്ടിൽ ഇത് പൂക്കും. നല്ല പൂത്ത് വലിയ ഒരു കമ്പ് പോലെ വന്നിട്ട് മേളിൽ പൂവെത്തുന്നത്. ഈ പൂവാവും. ആ പൂവിനകത്ത് തന്നെ ഒരുപാട് കൈതയുടെ തൈ കിട്ടും. അങ്ങനെ ഇങ്ങനെ വീണ് കിട്ടിയത് കേട്ടോ. ഇത് മക്കളുടെ സ്കൂളിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ നല്ല രസം കേട്ടോ. ഇതിൻ്റെ വേറെ ടൈപ്പൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ ഒരു മഞ്ഞയോ വെള്ള ഏതാണ്ടൊക്കെ കളറ് വരുന്ന കൈതയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കൈതയുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ വിത്ത് ഒത്തിരി പൊട്ടി മുളച്ച് വരുന്നുണ്ട് ഇവിടുന്ന്. താഴെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വിത്ത് ഇവിടുന്ന് സൈഡിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി തൈ വരും, ഒത്തിരി തൈ. സ്കൂൾ വണ്ടി ആരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് എന്നെ അറിയാണ്ട കുറച്ച് നമ്മുടെ പിള്ളേരാണെന്ന് തോന്നുന്നു കേട്ടോ. ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. അനിയൻ്റെ മക്കളാണെന്ന് തോന്നുന്നു. അവരായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ വിചാരിച്ചു വേറെ ആരാണ്ടാന്ന്. അനിയൻ്റെ മക്കൾ അവർ സ്കൂളിൽ നിന്ന് വന്നതാട്ടോ. നേരത്തെ വന്നല്ല, പരീക്ഷയായിരുന്നു. ദേ പട്ടികൾ ചാടി കയറുന്ന സ്ഥലമാണ് ഈ മതിൽ വഴി. 2 മതിൽ പൊക്കത്തിലൊക്കെ എന്താണ് ഈ പട്ടികൾ ചാടി കയറും. നല്ല വൃത്തിയായി നമ്മുടെ റോഡൊക്കെ, സൂപ്പറാക്കി കണ്ടോ. ഞാനിങ്ങനെ കയറിപ്പോന്ന്, എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യ. നമ്മളുള്ള ദോശമാവും കാപ്പിപ്പൊടിയും തേനും എല്ലാം തേച്ച് ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങിയാലേ ശരിയാകത്തില്ല, ഗ്ലാമറൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കയറിപ്പോന്നു. ആൾ തണലത്ത് നിൽക്കട്ടെ. അപ്പം തണലായി, കുറച്ച് സമയമുള്ളൂ വെയിൽ. അപ്പം തണലത്ത് നിന്ന് അവിടെ ജോലി ചെയ്യുകയാണ്. ഞാൻ ദേ ഇവിടെ വന്നിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ പോയി നോക്കും. ഇപ്പോൾ പറഞ്ഞാലോട്ട് കേൾക്കത്തില്ല, കേൾക്കാറുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ സംസാരിക്കത്തില്ല. നമ്മൾ പറയുന്ന തൊട്ട് കേൾക്കത്തതുമില്ല. അപ്പോഴത്തേന് എന്താ മിണ്ടാതിരുന്ന ഒരു കുഴപ്പവും ഇല്ലല്ലോ. മിണ്ടാതിരുന്ന ഒരു കുഴപ്പമില്ലല്ലോ. മറ്റേ എപ്പോഴും സംസാരിച്ചുകൊണ്ട് വർത്താനം പറയാം. ഇപ്പോൾ ആ വർത്താനം പറിച്ചതൊക്കെ
നിന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞതിൻ്റെ 2 ആഴ്ചയ്ക്ക് മുമ്പെങ്ങാണ്ട് ബാത്റൂമിൻ്റെ കുഴിയെടുത്തിടത്തോ എവിടെയോ ജോലി ചെയ്യുന്നിടത്ത് മറിഞ്ഞ് വീണ്. അങ്ങനെ വയ്യാതെ ഇരുന്നേ 2 ആഴ്ച കൊണ്ട് ഇവിടെ വരുന്നില്ലായിരുന്നു. 2-3 ദിവസം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഉള്ളതൊരു വലിയ കാര്യമാണ് എനിക്ക്. മുറ്റം റോഡൊക്കെ തൂത്ത് തരും, പഴയ വീടിൻ്റെ അവിടെ എല്ലാം തൂത്ത് തരും. ഇവിടെ അല്ലേ ഉള്ളൂ പിന്നെ ഞാൻ തൂക്കുന്നത്, പുള്ളിയാണ് അവിടെ എല്ലാം തൂക്കുന്നത് കേട്ടോ. ഉള്ളതൊരു സഹായ. 2 ആഴ്ച വരാതിരുന്നപ്പോഴത്തേന് പെട്ടുപോയി ഞാൻ. വഴക്കുണ്ടാക്കി ചെത്തിക്കുക. ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നാളെ പറഞ്ഞായിരുന്നു പോച്ചയെല്ലാം ചെത്താനേ. അപ്പോഴും എന്നോട് പറഞ്ഞു ഓണത്തിന് ചെത്താന്ന്. ഞാൻ പറഞ്ഞു ഓണം ഇനിയും കിടക്കുന്നില്ലേ, എന്തായാലും വന്ന് ചെത്തുന്നു. അവിടെ നിന്ന് ചെത്തട്ടെ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ, ചോറൊക്കെ കഴിച്ചു. മീൻ അങ്ങനെ കൂട്ടത്തില്ലായിരുന്നു. ഇന്ന് മീൻ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു. മത്തിയായിരുന്നു, നല്ല മത്തിയായിരുന്നു കേട്ടോ, നല്ല നെയ്മത്തി. വലിയ ഇപ്പം ആഹാരത്തോടൊന്നും അത്ര ഇതില്ല, പ്രായമായി വരുമ്പം മനുഷ്യർക്ക് അങ്ങനെയല്ലേ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഇച്ചിരിയേ മതി. പിന്നെ ഒത്തിരി നാളായി മീൻ കൂട്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചു മീൻ വേണമെന്ന്, അന്നേരം പറഞ്ഞു വേണമെന്ന്. മത്തിയായിരുന്നു, നല്ല മത്തിയായിരുന്നു, കഴിച്ചു. പിന്നെ കുമ്പളങ്ങ തോരൻ വെച്ച്, മത്തി കറി വെച്ച്, പിന്നെ തീയൽ വെച്ചു ഞാൻ, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, പപ്പടവും കഴിച്ചു. അങ്ങനെ കഴിച്ചിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് എന്താ, തുണിയൊക്കെ കഴുകാനുണ്ട്, മേലെ മെഷീനകത്തിട്ടിരിക്കുന്നു, അല്ലാതെ കഴുകാനുണ്ട്, പണിയുണ്ട്. അടിപൊളിയാവും. അവിടെ കൂടെ ചെത്തിനി, അങ്ങോട്ടും കൂടെ ചെത്തേ. ചക്ക അത് മേലില അല്ല, അതിനടക്കട കേട്ടോ, അത് അഴുകി അങ്ങ്. ഒത്തിരി ദിവസം ആയില്ലേ, അത് ഒത്തിരി ദിവസം ആയതാ. ഇനിയിപ്പോ അത് എടുത്താലും നമ്മൾ എന്തോ ചെയ്യാനാ.